പുതുവത്സരാശംസകൾ. അവാച്യമായതും സംഗീതം തുടിക്കുന്നതുമായ നാനാത്വത്തിൽ ഏകത്വം എന്ന ശ്രേഷ്ഠമായ പ്രയോഗം കാലാകാലമായി ലോകമൊട്ടുക്കും പല രാഗങ്ങളിൽ മുഖരിതമാണ്. സ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും ഐക്യത്തിന്റെയും സ്വരരാഗമായ നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മാനവികതയുടെ എക്കാലത്തെയും ആവശ്യവും ആവേശവുമാണ്. ഈ സ്വരരാഗം പരസ്പര ധാരണയുടെയും അഭിനന്ദനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ലോകത്തിനു നൽകുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനും ബെർട്രാൻഡ് റസ്സലും വർഷങ്ങൾക്കു മുമ്പ് എഴുതി, മനുഷ്യജീവികളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിങ്ങളുടെ മനുഷ്യത്വത്തെ ഓർക്കുക, ബാക്കിയുള്ളവ മറക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു പുതിയ പറുദീസയിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സാർവത്രിക മരണത്തിന്റെ അപകടസാധ്യതയുണ്ട്. 4 കാലുള്ളവയിൽ നിന്ന് മനുഷ്യരെ, 2 കാലുള്ള മൃഗങ്ങളെ വേർതിരിക്കുന്ന ഗുണങ്ങളിലൊന്ന് കാരുണ്യമാണ്. 4 കാലിൽ ഇഴഞ്ഞു നടക്കുന്നതിനു പകരം നമ്മെ ഉയർന്നു നിൽക്കാൻ അതാണ്. ഉയർന്നു നിന്നു നമ്മുടെ കൈകളെ സ്വതന്ത്രമാക്കുന്നത് സഹമനുഷ്യന്റെ അടുത്തേക്ക് എത്താനും ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഉറക്കെ പറയാനുമാണ്. മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിലൂടെയും അവരുടെ വികാരങ്ങൾ നമ്മുടേതിന് സമാനമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെയുമാണ് അനുകമ്പ വികസിക്കുന്നത്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനായുള്ള ബഹുമാനവും കരുതലും കാണിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോടുള്ള ബഹുമാനത്തിൽ എല്ലാ ആളുകളെയും അവരുടെ മതം, ജാതി, ലിംഗഭേദം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം എന്നിവ കണക്കിലെടുക്കാതെ സ്വന്തം വ്യക്തിത്വമുള്ള വ്യത്യസ്ത മനുഷ്യനായി പരിഗണിക്കുന്ന ശീലവും ഉൾപ്പെടുന്നു. അതെ, ഓർക്കുക, നാമെല്ലാവരും മനുഷ്യരാണ്, ഒരേ കളിമണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മിൽ കുറച്ചുപേർക്ക് മാത്രമേ സ്വർണസ്പർശം ലഭിച്ചിട്ടുള്ളൂ. സ്നേഹനിർഭരമായ ഹൃദയവും സഹായഹസ്തവുമുള്ള തിളങ്ങുന്ന കണ്ണുകളാണ് അവർക്കുള്ളത്. സ്നേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സൃഷ്ടാവിന്റെ സന്ദേശവാഹകരായ അവർ അനുഗ്രഹീതരാണ്. സഹമനുഷ്യരെ സ്നേഹിക്കാനും അവരുടെ നന്മയിൽ വിശ്വസിക്കാനും കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹങ്ങളും നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനാകും? മാനവികത, സ്നേഹിക്കാനും ചിരിക്കാനും പ്രത്യാശിക്കാനും കരുണ കാണിക്കാനുമുള്ള കഴിവ്